സിറിയയുടെ തെക്കൻ നഗരമായ സുവൈദയിൽ ദ്രൂസ് വിഭാഗക്കാരും ബൈധുയിൻ വിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നു. 2 ദിവസങ്ങളായി ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ കനക്കുന്ന സാഹചര്യത്തിൽ സിറിയൻ സൈന്യം സുവൈദ നഗരത്തിൽ പ്രവേശിച്ചു. 2 ദിവസമായി തെക്കൻ സിറിയൻ നഗരമായ സുവൈദയിൽ ദ്രൂസ് ബെദ്വീൻ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ആക്രമണങ്ങളിൽ ഇതുവരെ 89 പേർ കൊല്ലപ്പെട്ടു. 50 പേർ ദ്രൂസ് വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ഇതിൽ 2 കുട്ടികളും 2 സ്ത്രീകളും ഉൾപ്പെടുന്നു. 18 പേർ ബെദ്വീൻ വിഭാഗത്തിൽ നിന്നുള്ളവരും 14 പേർ സിറിയൻ സൈനികരുമാണ്. ഏതാനും ആളുകളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. 100-ലധികം ആളുകൾക്ക് സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. സംഘർഷം വളരുന്നതിന്റെ പശ്ചാത്തലത്തിൽ സിറിയൻ സൈന്യം സുവൈദയിൽ പ്രവേശിച്ചു. ജൂലാനിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സിറിയൻ സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഇതാദ്യമായാണ് സിറിയൻ സൈന്യം സുവൈദയിൽ ഒരു സൈനിക നടപടിയിലേക്ക് കടക്കുന്നത്. സൈന്യം എത്തിയതോടെ സുവൈദ നഗരത്തിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. സുവൈദ നഗരത്തിലെ സംഘർഷത്തിനൊപ്പം സിറിയയിലെ കാനാക്കാർ ഗ്രാമത്തിലും ഒരു മതസാമുദായിക സംഘർഷവും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അതേസമയം ദ്രൂസ് വിഭാഗത്തിന് എതിരെയുള്ള ആക്രമണങ്ങളിൽ പ്രതികരണവുമായി ഇസ്രായേൽ രംഗത്തുവന്നു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സാണ് നിലപാട് വ്യക്തമാക്കി രംഗത്തുവന്നത്. ദ്രൂസ് നഗരം കൂടിയായ സുവൈദയിലേക്ക് സിറിയൻ സൈന്യം കടക്കുന്നതിൽ ഇസ്രായേൽ എതിർപ്പ് രേഖപ്പെടുത്തി. സിറിയയിലെ ദ്രൂസ് സമൂഹത്തിന് നേരെ ആക്രമണം നടത്താൻ ഇസ്രായേൽ അനുവദിക്കില്ലെന്നും കാറ്റ്സ് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.